Hello friends, welcome back to another vlog. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ബൈക്കിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബ്രിട്ടീഷ് ബ്രാൻഡായ ട്രയംഫിൻ്റെ വാഹനങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഒരു ഏറ്റവും വില കുറഞ്ഞ ഒരു ബൈക്ക് അവർ ഇറങ്ങിയിട്ടുണ്ട്. അതായത് ട്രയംഫ് സ്പീഡ് T4 കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ സംസാരിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ജ്യേഷ്ഠനായ ട്രയംഫ് 400-നേക്കാൾ ഇതിലെന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്, അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എങ്ങനെയാണ്, ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിൻ്റെ ഹാർഡ് നോട്ട് സംസാരിക്കാം. സ്പീഡ് 400-ൻ്റെ സെയിം പ്ലാറ്റ്ഫോമിലാണ് നിർമ്മിക്കുന്നതെങ്കിലും ഇതിൻ്റെ എഞ്ചിൻ ട്യൂണിങ്ങിലൊക്കെ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. എഞ്ചിൻ വരുന്നത് 349 cc, അതുപോലെ ലിക്വിഡ് കൂൾഡ് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ്. അത് TRCS വരുന്നതാണ്. 28 bhp അറ്റ് 1500 RPM വരുന്നത്. 31 Nm അറ്റ് 5500 RPM. 6 സ്പീഡ് ഗിയർ ബോക്സും സ്ലിപ്പ് ആൻഡ് അസിസ്റ്റിംഗ് ക്ലച്ചും ഇതിന് കൊടുത്തിട്ടുണ്ട്. ഇതിന് 85% ടോർക്ക് നമുക്ക് കുറഞ്ഞ RPM ലഭിക്കുന്നതാണ്. അതായത് 2500 RPM തന്നെ നമുക്ക് ഇതിന് 85% ടോർക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് സിറ്റി റൈഡുകളിലൊക്കെ ഗിയർ ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ട ആവശ്യമില്ല. ലോങ് ഹൈവേ റൈഡുകളിലൊക്കെ നമുക്ക് വൈബ്രേഷനൊക്കെ വളരെ കുറവാണ്. സ്പീഡ് 400-നെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് വില കുറയ്ക്കാൻ വേണ്ടി ഇതിൽ കുറേ മാറ്റങ്ങൾ ട്രയംഫ് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സസ്പെൻഷനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ മുമ്പിൽ USD ഫോർക്കുകൾക്ക് പകരം കൺവെൻഷണൽ ടെലിസ്കോപ്പിക് ഫോർക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. അത് 43 mm കൺവെൻഷണൽ ടെലിസ്കോപ്പിക് ഫോർക്കുകളാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ബാക്കിൽ കൊടുത്തിരിക്കുന്നത് പ്രീലോഡഡ് അഡ്ജസ്റ്റബിൾ മോണോഷോക്കാണ് കൊടുത്തിരിക്കുന്നത്. ടയേഴ്സിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ MRF സാപ്പേഴ്സ് അഥവാ സ്റ്റീൽ ടയേഴ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കമ്പയറിംഗ് ടു സ്പീഡ് 400 ഉപയോഗിച്ചിരുന്നത് പ്രീമിയം അപ്പോളോ ആൽഫ H1 റേഡിയൽ ടയേഴ്സാണ് ഉപയോഗിച്ചിരുന്നത്. ഹാൻഡിൽ ബാർ ആൻഡ് മിറേഴ്സിനെ വെച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇതിൽ സാധാരണ ഹാൻഡിൽ ബാർ ആൻഡ് റെഗുലർ റിയർ വ്യൂ മിറേഴ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ ബാർ ആൻഡ് മിറേഴ്സ് ഒന്നും ഇല്ല. പിന്നെ MSC ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ട്രാക്ഷൻ കൺട്രോളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അതുപോലെ തന്നെ റൈഡ് ബൈ വയർ സാങ്കേതികവിദ്യയൊന്നും ഇതിൽ നൽകിയിട്ടില്ല. കീ സ്പെക്ക് ആൻഡ് കംഫർട്ടിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സീറ്റ് ഹൈറ്റിനെ കുറിച്ചാണ്. സീറ്റ് ഹൈറ്റ് വരുന്നത് 806 mm സീറ്റ് ഹൈറ്റാണ് വരുന്നത്. അതായത് വളരെ കംഫർട്ടായ ഒരു സീറ്റ് ഹൈറ്റ് തന്നെയാണ്, സീറ്റ് പൊസിഷൻ തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഡൗൺ ക്ലിയറൻസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇതിന് വരുന്നത് 170 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. അത് കുറച്ച് പ്രശ്നമാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഹിമാലയനെ വെച്ചൊന്നും കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊരു സ്ക്രാംബ്ലർ ബൈക്കാണ്. പക്ഷേ ഇതും അത്യാവശ്യത്തിന് ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഉണ്ട്. പിന്നത്തെ എന്ന് പറയുന്നത് നമ്മുടെ ടാങ്ക് കപ്പാസിറ്റിയാണ്. 30 ലിറ്ററാണ് ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. അതുപോലെ ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 150 kg ആണ്. കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെയിറ്റ് തന്നെയാണ്. പിന്നെ ബ്രേക്കിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഡുവൽ ചാനൽ ABS ആണ് വരുന്നത്. അത് ബേബർ കാലിബറോട് കൂടിയിട്ടുള്ള ബ്രേക്കുകളാണ് വരുന്നത്. പിന്നെ ഇതിൽ സെമി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റൽ ക്ലസ്റ്ററാണ് വരുന്നത്. പിന്നെ ലൈറ്റിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഓൾ LED ഹെഡ് ലാമ്പും അതുപോലെ DRL ആണ് വരുന്നത്. അപ്പോൾ അതൊക്കെയാണ് കീ സ്പെക്സ് ആൻഡ് കംഫർട്ടിനെ കുറിച്ച് സംസാരിക്കാനുള്ള കാര്യങ്ങൾ. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മൈലേജും ഇതിൻ്റെ പ്രൈസിംഗ് കുറിച്ചാണ് നമുക്ക് സംസാരിക്കാം. അപ്പോൾ എക്സ്പെക്റ്റഡ് മൈലേജ് എന്ന് പറയുന്നത് ഹൈവേകളിൽ 30 മുതൽ 32 വരെയാണ്. അതുപോലെ സിറ്റികളിൽ നോക്കുകയാണെങ്കിൽ ഒരു 23 മുതൽ 25 വരെയൊക്കെ മൈലേജ് ലഭിക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള പ്രൈസിംഗ് സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ എക്സോവും പ്രൈസ് റേഞ്ച് വന്നത് ഏകദേശം ഒരു 1,99,000 2 ലക്ഷത്തിൻ്റെ അടുത്തൊക്കെ വരുന്നുണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ RTO ഇൻഷുറൻസൊക്കെ ആഡായിട്ട് വരുമ്പോൾ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഏകദേശം 2 ലക്ഷത്തിൻ്റെ അടുത്തൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ പ്രൈസിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇനി അടുത്തായി പറയാൻ പോകുന്നത് ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് ആണ്. നല്ല വശങ്ങളും ചീത്ത വശങ്ങളും എന്തൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് ഇറങ്ങാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഗുണങ്ങളെ കുറിച്ച് സംസാരിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമുക്ക് ട്രയംഫ് എന്നുള്ള വലിയൊരു ബ്രാൻഡിൻ്റെ ബൈക്ക് സ്വന്തമാക്കാൻ പറ്റും എന്നുള്ളൊരു സംഭവമാണ് ഇതിൽ ആദ്യത്തെ ഗുണം എന്നുള്ളത് പറയുന്നത്. പിന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മികച്ച ലോ എൻഡിങ് ടോർക്കാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് സിറ്റി റൈഡുകളിലൊക്കെ സൂപ്പറായിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു ബൈക്കാണ്. പിന്നെ തന്നെ ലോങ് റൈഡിങ് പൊസിഷൻ, അതായത് റിലാക്സിങ് ആയിട്ടുള്ള ലോങ് റൈഡിങ്ങിന് പറ്റിയ കംഫർട്ടായിട്ടുള്ളൊരു പൊസിഷനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വൈബ്രേഷനും കുറച്ച് കുറവുണ്ട്, അത് വളരെ കുറവാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു പ്രത്യേകിച്ച് ഗുണങ്ങളെന്ന് പറയാൻ നമുക്കുള്ളത്. പിന്നെ ഇതിൻ്റെ പോരായ്മകൾ, അതായത് കോൺസിനെ വെച്ച് സംസാരിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നത് USD ഫോർക്കുകളല്ല. രണ്ടാമത് പറയുകയാണെങ്കിൽ ഇതിൽ 400-നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ട്രാക്ഷൻ കൺട്രോളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അതൊക്കെ കുറച്ച് പോരായ്മകളാണ്. പിന്നെ അതുപോലെ തന്നെ ഉയർന്ന സ്പീഡുകളിൽ സ്പീഡ് 400-ൻ്റെ അത്രയ്ക്ക് ഉയർന്ന പവർ ഇതിനില്ല എന്നുള്ളൊരു പോരായ്മയും കൂടി ഉണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് നമുക്കിത് ആർക്കൊക്കെ ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ള ബൈക്കാന്നുള്ള കാര്യത്തിൽ വെച്ച് നമുക്ക് സംസാരിക്കാം. നിങ്ങൾക്ക് റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു റൈഡിങ് സ്റ്റൈൽ ഇഷ്ടമാണെങ്കിൽ ദിവസേനയുള്ള ഉപയോഗത്തിനും അതുപോലെ തന്നെ വല്ലപ്പോഴുള്ള ലോങ് റൈഡിനും വേണ്ടി ഒരു 2 ലക്ഷത്തിന് താഴെ വരുന്ന ഒരു പ്രീമിയം ബൈക്ക് നോക്കുന്നുണ്ടെങ്കിൽ സ്പീഡ് T4 ഒരു മികച്ചൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ എന്നാൽ കൂടുതൽ പവറും
നല്ല കോർണറിംഗ് ഒക്കെ ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് സ്പീഡ് 400 തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സംസാരിക്കാനുള്ളത്. കൂടുതൽ വീഡിയോകളായിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ബൈക്കിനെ കുറിച്ചിട്ടോ അതായത് ഈ വീഡിയോ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അതുപോലെ കൂടുതൽ നിങ്ങളുടെ സപ്പോർട്ടുകൾ ഇനിയും പ്രതീക്ഷിക്കുന്നു. ഇതിലും കൂടുതൽ വേറെ ബൈക്കുകളെ കുറിച്ചും യാത്രകളും ബൈക്കുകളെ കുറിച്ചുള്ള റിവ്യൂസും പ്രൊഡക്ട്സിൻ്റെ അതായത് ബൈക്കിനും യാത്രകളെയും സംബന്ധിച്ചുള്ള പ്രൊഡക്ട്സിനെ കുറിച്ചുള്ള റിവ്യൂസൊക്കെ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തുകയും അപ്പോൾ നിങ്ങളെല്ലാവരും തുടർന്നുള്ള സപ്പോർട്ട് ഞാൻ നല്ല രീതിയിൽ പ്രതീക്ഷിക്കുന്നു. സ്റ്റേ ട്യൂൺ, സ്റ്റേ വിത്ത് മീ, ടേക്ക് കെയർ, ബൈ.